തുടർന്ന് വന്ന ഗുരുക്കന്മാരും ഇതൊക്കെ തന്നെ ആവർത്തിച്ചു പോയി. പക്ഷേ ഇസ്ലാമിക് ചക്രവർത്തിമാരും സുൽത്താൻമാരും കൂട്ട മതമാറ്റവും കൂട്ട ബലാത്സംഗവും അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇടിച്ചു നിർത്തുന്നതും ഒക്കെ ആയപ്പോൾ ഇവർ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് പോവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചില വിരോധികളായ അല്ലെങ്കിൽ രാജ്യവിരുദ്ധരായ മുസ്ലിം ഭരണാധികാരികൾ ചെയ്തു. അത് തീരെ താങ്ങാൻ വയ്യാതെപ്പോൾ അഞ്ചാമത്തെ ഗുരുവായ ഗുരു അർജൻ ദേവ്, ഞാൻ ഈ പറയുന്ന പേരുകൾ ശ്രദ്ധിക്കണം, ഗുരു അർജൻ ദേവ് ആയുധമെടുക്കാൻ തയ്യാറായി. അദ്ദേഹം യുദ്ധം ചെയ്തു, രക്തസാക്ഷിയായ 10 സിഖ് ഗുരുക്കന്മാരിലെ ആദ്യത്തെ രക്തസാക്ഷി. അങ്ങനെ ഈ അർജുൻ ദേവ് ഉൾപ്പെടെ 10ഓളം രക്തസാക്ഷികൾ സിഖ് മതത്തിനുണ്ടായി. പിന്നീട് പല ഗുരുക്കന്മാരും സായുധ പോരാട്ടം തന്നെയാണ് നടത്തി വന്നത്. എന്നാൽ 9ാമത്തെ ഗുരുവായ ഗുരു തേജ് ബഹാദൂർ, വളരെ പ്രധാനപ്പെട്ട പേരാണ് ഗുരു തേജ് ബഹാദൂർ, വളരെ വലിയ ആത്മീയ ബോധമുള്ള. അതുകൊണ്ട് അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഭാരതത്തിൽ മുഴുവൻ വന്നു പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കളെ സമാധാനിപ്പിക്കുകയും അവരിൽ ദേശീയബോധവും ഹിന്ദുത്വ അഭിമാനവും സ്വാഭിമാനവും ഒക്കെ വളർത്തി വയ്ക്കുകയും തങ്ങളുടെ ക്രൂരമായ മതപീഡനങ്ങളെ അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു.